കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. അയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, അത് കാരണം എനിക്ക് പേര് കിട്ടിയില്ല. പുള്ളി വൈഫിനോട് പറഞ്ഞു, നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യത്തില്ലടി എന്ന് പറഞ്ഞു. ഭർത്താവ് ഭാര്യയോട് പറയണേ, നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് എന്താ കാര്യമെന്ന് ചോദിച്ചു. നീ നിൻ്റെ ആങ്ങളയുമായിട്ട് മിണ്ടിയിട്ട് എത്രയോ വർഷം, 12 വർഷമായില്ലേ. അപ്പം ഞാനീ ജോലി കിട്ടാതെ ഗതി കിട്ടാൻ പ്രേതം പോലെ നടക്കേ ഉള്ളൂ. എന്താ കാര്യം? നീയാണ് ആദ്യം ഉടമ്പടി എടുത്തത്, നിന്നെ കണ്ടാണ് ഞാൻ ഉടമ്പടി വന്നത്. ഭാര്യ ഉടമ്പടി എടുത്തിട്ടാണ് അത് അവളുടെ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഭർത്താവ് ഇവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയാൾ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത്. പക്ഷേ എന്നിട്ടും സംഭവം വിജയിച്ചില്ല. അയാൾ പക്ഷേ ഈ വൈഫിനേക്കാൾ കുറച്ച്, വൈഫിങ്ങനെ ക്യാഷ്വൽ എടുത്തതാണ്. അതെല്ലാവരും കേട്ടിട്ട് ഉടമ്പടി എടുത്ത് കുറേ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ദൈവത്തിനെ പറ്റിക്കാൻ വന്നതാണ്. കുറേ ആൾക്കാർക്ക് കുറേ സാക്ഷിയൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എഴുതി കെട്ടിത്താത്താന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് കെട്ടിത്താത്തിയിട്ട് അവർ ഒറ്റക്ക് നടക്കുകയും. പക്ഷേ അവർ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഹസ്ബൻഡിന് തോന്നി, ശരി എന്നാൽ ഞാൻ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കാന്ന് വിചാരിച്ചു. തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം എന്ന് പറയും. അതുതന്നെയാണ് ഈ വൈഫും വായിച്ചത്. ആ പ്രതിയാണ് സംസാരിക്കാതിരിക്കണത്. ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇയാൾ വീട്ടിൽ വന്നിട്ടും പറഞ്ഞ് 2-3 മാസമായിട്ട് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോൾ ഉടനെ ഇയാൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് ഇവളോട് സംസാരിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു ഞാൻ സംസാരിക്കത്തില്ലെന്ന്. അപ്പോഴല്ലേ സംഭവം. എല്ലാത്തിൻ്റെയും കൈയിരിപ്പുണ്ടേ. നിങ്ങളുടെ ഉടമ്പടി ഇങ്ങനെ മുനിഞ്ഞ് കത്തണതിൻ്റെ കാരണം നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ടാണ്. നിങ്ങൾ ഉടമ്പടി പുതുക്കി 11-12 പുതുക്കും. പക്ഷെ കൈയിരിപ്പ് മോശമാണെങ്കിൽ എന്തു ചെയ്യും? ഇവളീ ആങ്ങളയോട് സംസാരിച്ചിട്ട് 12 കൊല്ലമായി. 12 കൊല്ലമായിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ കേൾക്കണവർ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, ആങ്ങളയില്ലല്ല, എനിക്ക് ആങ്ങളയില്ലല്ല, പിന്നെ ആ പ്രശ്നം നമ്മുടെ അല്ലെന്ന്. ആങ്ങളെ തന്നെയാണെന്ന് അറിയുന്നില്ല. ആരോടെങ്കിലും നിങ്ങൾ വെറുപ്പോടുകൂടി മിണ്ടാതെ സ്നേഹമില്ലായിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം സ്നേഹരാഹിത്യമുള്ള കാരണം അതിലൂടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ വൈഫിനത് മനസ്സിലായില്ല, ഹസ്ബൻഡിന് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലാകത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ ബേസിക്കായിട്ട് ദൈവത്തിനെ അന്വേഷിച്ചാൽ മാത്രമേ, ഉടമ്പടിയിലൂടെ ജോലിയും വീടും വിവാഹം കുഞ്ഞുങ്ങളെയും മാത്രം അന്വേഷിച്ചാൽ മനസ്സിലാകത്തില്ല. ഉടമ്പടിയിലൂടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാം മനസ്സിലാകും. ഉടമ്പടിയിലൂടെ അന്വേഷിക്കണം എന്താണ്? ഒരു ഉന്നതമായ ആധ്യാത്മിക ജീവിതം അന്വേഷിക്കണം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കേട്ടുകേൾവില്ലാത്ത നിങ്ങൾ വെക്കാത്ത ആപ്ലിക്കേഷന് പോലും നിങ്ങളെ തിരിച്ചു വിളിച്ച് ജോലി തരും. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ആദ്യം അന്വേഷിച്ചുകൊണ്ടാണ്. ഇതൊരു 100 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കണമെന്ന്. കേട്ടത് കൊണ്ട് കാര്യമില്ല, അത് അഭിഷേകമായിട്ട് ആന്തരിക ബോധ്യമാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനങ്ങള് കേൾവിയുടെ സ്വരത്തിനപ്പുറം എന്റെ മനസ്സിലെ ആന്തരിക ബോധ്യമാകുവാൻ ആവശ്യമായ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇയാളെ മനസ്സിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇയാളെ തോന്നിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഫ്ലോ തടസ്സം, ഗ്രേസ് കൃപ തടസ്സം ഓടാൻ കാരണം വൈഫിൻ്റെ സ്നേഹരാഹിത്യമാണ്. വൈഫിനോട് അയാളെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. എന്നാൽ വൈഫിനോട് പറയണ്ടേ? വൈഫിനോട് പറഞ്ഞില്ല. കാര്യം ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറ്റിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം, ഒരു ഓപ്പൺനെസ് വേണം. നമ്മൾ ദൈവം പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളതാണ് വിഷയം. ദൈവം പറഞ്ഞപ്പോൾ വൈഫ് കേൾക്കത്തില്ല, അതൊക്കെ തോന്നിയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിക്കളയും.
പക്ഷെ അയാളെ കേട്ടു. പറഞ്ഞു, നീ നമ്മെ രക്ഷപ്പെടണമെന്നാണ് നീ അയാളെ വിളിക്കണം. അയാളെ വിളിച്ച് അയാൾ ആക്ഷേപിക്കേ ഉള്ളൂ. നിങ്ങൾക്ക് വിളിക്കണേ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ബോധമൊക്കെ വെച്ചപ്പോൾ വിളിച്ചു. പക്ഷേ ആങ്ങളെ എടുത്തില്ല, വൈഫാണ് എടുത്തത്. ആങ്ങളുടെ വൈഫ് എടുത്ത് ഫോൺ എടുത്ത് പറഞ്ഞ്, അപ്പോൾ ഇവള് പറഞ്ഞ് ആങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത കാരണം ആങ്ങളുടെ വൈഫ് പറഞ്ഞു അയാൾ ബിസിയാണെന്ന് പറഞ്ഞു. കൊടുത്തില്ല. പക്ഷെ ഇത് അത് ഉടനെ ഈ വൈഫ് ഇയാളോട് പറഞ്ഞു അവർ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വൈഫിനോട് പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റ്മെൻറ്റ് ഓവറായി, ഇനിയിപ്പോൾ അയാൾ എടുത്താലും കൊള്ളാം എടുത്തില്ലെങ്കിലും കൊള്ളാം, ഒരു കുഴപ്പമില്ല. എന്താ കാര്യം? കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു. അവർ ഇല്ലാത്ത എടുക്കാത്ത കാര്യം അവരുടെ കാര്യമാണ്. അതാണ് നിലപാട്, അതാണ് ഉപദേശം, അതാണ് കാറ്റക്കിസം എന്ന് പറയണത്. ആ വിഷയത്തിൽ എന്തൊരു പ്രബുദ്ധനായ ഒരു മനുഷ്യനാണെന്നൊക്കെ. അപ്പം അത് സെക്കൻഡ് പറഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് ജോലിയായി. 8 മാസം പെൻഡിങ്ങിൽ കിടന്ന സാധനമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കണം എന്തിനാണെന്ന് അറിയാവോ? ഇതുപോലെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കാനാവാവുന്ന പ്രശ്നങ്ങളുടെ എവിടെയാണ് അതിൻ്റെ കുഴപ്പങ്ങളെന്ന് നോക്കിയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ഓരോ കേസ് സ്റ്റഡി പറയണത്. അല്ല നിങ്ങളെ ആക്ഷേപിക്കാനോ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ സങ്കടപ്പെടുത്താനല്ല. ഇതൊന്ന് വെച്ച് നോക്കൂ. ഇപ്പം കന്നഡ മാറ്റി വെക്കത്തില്ലേ ആൾക്കാർ? നമ്മൾ കന്നഡ കടയിൽ ചെല്ലുമ്പോൾ എന്നെ ഈ ജോമോളും മനോജും കൂടി പറ്റിച്ചിരിക്കുന്നതാണ്. എൻ്റെ കന്നഡ ഒരു സ്വർണ്ണ കന്നഡയായിരുന്നു. സ്വർണ്ണമല്ല മറ്റേ. ഇപ്പം മൂക്ക് കറക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു മൂക്ക് കറക്കണമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് പോയി കണ്ടുപിടിച്ചതാണ് ഈ കറുത്ത കന്നഡ. ഇപ്പം ഞങ്ങൾക്ക് ഞാൻ മുമ്പത്തേക്കാൾ വയസ്സനായല്ല എന്ന് ഓർത്ത്. ഇവർ പറഞ്ഞു മുമ്പത്തേക്കാൾ ചെറുപ്പമായത്. എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ കന്നഡക്കട ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിന് അവർ ഓരോരോ ലെൻസ് തരും. അപ്പം നമുക്ക് എല്ലാ ലെൻസും നമ്മൾ എടുക്കത്തില്ല, നമുക്ക് പറ്റണ ലെൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോ ലെൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയം ഇതാണെങ്കിൽ മക്കൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല നിങ്ങളെ ആക്ഷേപിക്കാനെ പറ്റി കളിയാക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രശ്നം ഇതാണെങ്കിൽ മക്കൾ ഇത് പോയി സെറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ കേസ് സ്റ്റഡിയാണ്, നമ്മുടെ ഓരോ സാക്ഷ്യവും കേസ് സ്റ്റഡിയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ്? അതായത് വചനമെന്ന് പറയണത് ഒരു വല്ലാത്ത ഒരു സംഭവമല്ലേ. വചനത്തോട് വലിയ ഒരു പ്രണയബന്ധം ഉണ്ടാകണം വചനത്തോട്. അപ്പം നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ കൂടെയുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊക്കെ ഉപദേശിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ചില സമയത്തെങ്കിലും നെടുമ്പാശ്ശേരി നമ്മൾ കാര്യം പറയുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ഒത്തിരി പേര് വന്ന് കൊണ്ടുവന്നാക്കാനും വരുമ്പോൾ തിരിച്ച് കൊണ്ടുപോകാനും ഒത്തിരി പേര്. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്ക് ആരും കൊണ്ടുവന്നാക്കാനുണ്ടാകാത്തൊരു സമയമുണ്ട്. ആരും കൊണ്ടുപോകാനും ഒരു സമയമില്ല. ഒറ്റക്ക് വരണം, ഒറ്റക്ക് പോകണം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇന്ന് അത് ആയിക്കൂടാ? എന്നെങ്കിലും നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വീട്ടിൽ പോയി ആൾക്കാർ തല്ലിക്കൊള്ളണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ദൈവം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം. ഓക്കെ അല്ലേ? അത് കറക്റ്റാണ്. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാണ്. ഞാൻ ഷേർലി, എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ ഒന്നാമത്തെ അനുഭവ സാക്ഷ്യം ഇതെൻ്റെ മകളാണ്. അവൾ UK അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ഒരു 3 വർഷമായിട്ടുണ്ട്. അപ്പം ഞാൻ 2023 ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്തത് തന്നെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അപ്പം മകൾ UK അങ്ങ് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു, അമ്മ എൻ്റെ മകളെ നോക്കിക്കോണം, അമ്മ എൻ്റെ മകളെ നോക്കിക്കോണം എന്ന് എപ്പോഴും. ഇവളാണ് എൻ്റെ ഒരു ഇതുപോലെ. അങ്ങനെയായി ആ ഇടയ്ക്ക് അമ്മ ആദ്യത്തെ കൊച്ചിവൊക്കെ ഉണ്ടായിരുന്നു. ഇവൾ ആദ്യത്തെ കുഞ്ഞിനെ 8 മാസം ഉള്ളപ്പോഴാണ് കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവുമായിട്ട് അവൾ വിദേശത്തേക്ക് പോയത്. അത് കഴിഞ്ഞ് അവളവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് എനിക്ക് ദർശനത്തിൽ കാണുവാണ് ഇവൾ 2ാമത് ഗർഭിണിയായെന്ന്. അപ്പം ഞാനോർത്ത് എന്താ അമ്മ ഇതിങ്ങനെ?
അപ്പോൾ ഞാൻ ഇവളെ പറ്റി എനിക്കൊരു വിവരം കിട്ടുന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇവളെന്നെ വിളിച്ചിട്ട് പറയും, മമ്മി ഞാൻ ഗർഭിണിയാണെന്ന്. അപ്പം ഞാൻ ഓർത്ത് അമ്മ എനിക്ക് കാണിച്ചു തന്നത് സത്യമാണല്ലോ എന്ന് ഓർത്ത്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു കാര്യം, അവൾക്ക് എന്തോ സംഭവിക്കാൻ പോകണം, അവൾക്കും എൻ്റെ കുഞ്ഞിനും എൻ്റെ മകൾക്കും കൊച്ചിനും എന്തോ സംഭവിക്കാൻ പോകണം. അങ്ങനെ ഒരു ടെൻഷൻ ആയപ്പോഴേക്ക് ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ആദ്യം തന്നെ എനിക്കിത് ഉടമ്പടി എടുത്തപ്പോഴേ എനിക്ക് അമ്മ കാണിച്ചു തന്നത് ഈ 2 വലിയ ചിറകുള്ള 2 മാലാഖന്മാർ ഇവിടെ വന്ന് ഇത് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നതായിട്ട്, ഇങ്ങനെ പറന്ന് വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ കളറുള്ള ചിറകായിട്ട്, വലിയ ചിറക്. അതങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ ആരാധനയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആരാധനയിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുമായിരുന്നു. എന്നാൽ കഴിയുന്ന പോലുള്ള പാവങ്ങൾക്ക് സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. കരുണാലയത്തിലൊക്കെ പോയി അവർക്ക് വായിച്ചു കൊടുക്കുകയും അവർക്ക് ഇത് ശുശ്രൂഷിക്കുകയൊക്കെ ഞാൻ എന്നാൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ എനിക്ക് വേറൊരു കാര്യം കാണിച്ചു തരുന്നത്. എൻ്റെ മകളുടെ കുഞ്ഞിനെന്തോ സംഭവിക്കാൻ പോകണമെന്ന്. അപ്പം എനിക്ക് ടെൻഷനായി. അമ്മ എന്താ അമ്മ? പിന്നെ എനിക്ക് ഉറക്കമില്ല, സമാധാനമില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു 2 ഹൈന്ദവ സുഹൃത്തുക്കളോടും പിന്നെ എൻ്റെ ഒരു കസിൻ ചേച്ചിയോടുമാണ്. വേറെ ആരോടും ഞാനിത് പറഞ്ഞില്ല. ഇങ്ങനെ എന്തോ എൻ്റെ കുഞ്ഞിന്, എൻ്റെ മോൾക്ക് എന്തോ സംഭവിക്കാൻ പോണ്, അവളുടെ ജീവൻ എന്തോ ഒരു ആപത്ത് പോലെ. എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. എൻ്റെ പൊക്കിൾക്കൊടി ബന്ധമാണ് ഞങ്ങൾ അമ്മയും എല്ലാവരും ലോകത്തിൽ അങ്ങനെയാണല്ലോ, അമ്മയും മക്കളും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധമല്ലേ. അപ്പം ഞാനിത് അമ്മ എനിക്കിത് കാണിച്ചു തന്നത് അങ്ങനെ പറയാം. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഈ തൈലം, ഇവിടുത്തെ തൈലം എടുത്ത് എൻ്റെ പൊക്കിൾക്കൊടിയിൽ, എൻ്റെ പൊക്കിളിൽ ചുറ്റും പുരട്ടിയിട്ട് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇതെൻ്റെ മകളുടെ ഇതിലേക്ക് ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൾക്കത് സംഭവിക്കണം. അങ്ങനെ കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ഇതങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും എനിക്ക് സമാധാനമില്ല. അങ്ങനെ അപ്പം ഇവക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട്, പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഇത് ഇടയ്ക്ക് എന്നാലും എൻ്റെ മനസ്സിലേക്ക് ഇത് വരുക, അവൾക്കെന്തോ സംഭവിക്കാൻ പോകണമെന്ന്. ഇങ്ങനെയായി കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറയുവാണ്. അപ്പോൾ എനിക്ക് ഏലീശോയുടെ അടുത്ത് അമ്മ തിടുക്കത്തിൽ പോകുന്ന ഒരു സംഭവത്തെപ്പറ്റി അമ്മ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മിപ്പിച്ചു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ അവൾക്ക് ആരുമില്ല, അവളുടെ ഭർത്താവും കൊച്ചുങ്ങളും മാത്രമേ ഉള്ളൂ, കൊച്ചും മാത്രമേ ഉള്ളൂ, പുതിയ സ്ഥലമല്ലേ, അവിടെയല്ലേ. അപ്പോൾ അവൾക്ക് ഞാൻ ആദ്യത്തെ പ്രസവം നന്നായിട്ടൊക്കെ നടത്തി കൊടുത്തതാണ്. അമ്മ അവളെ ഒന്ന് സുരക്ഷിതമായ കയ്യിലേക്ക്, അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരു കുഴപ്പം വരാത്ത വിധം അവളെ സുരക്ഷിതമായിട്ട് അമ്മ ആക്കണമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ കാണുന്നത് എന്നാന്ന് വെച്ചാൽ അമ്മ ഭയങ്കര വലിയ പറന്ന് അമ്മ പോകുന്നത്. അമ്മ പറന്ന് പോയിട്ട് ഇവൾ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ അമ്മ ഇരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗർഭിണിയായ ഇവളുടെ അരികിൽ അമ്മ ഇരിക്കുന്നു, പരിശുദ്ധ അമ്മ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസ പ്രമാണവും ഇത് ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയുമാണ്. എനിക്ക് ഏത് നേരം ഇതേ എനിക്ക് ചിന്തയുള്ളൂ, ഇവളെ സംരക്ഷിക്കണം, ഇവളെ സംരക്ഷിക്കണം, ഇവൾക്കും കുഞ്ഞുങ്ങൾക്കൊരു ആപത്തും വരരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. ഇതിന് ശേഷം ഞാനപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ, എൻ്റെ മകളെ സുരക്ഷിതമായിട്ട് പിള്ളേർ 2 നോക്കണ്ടേ. എന്തായാലും പ്രസവം കഴിഞ്ഞതേ എനിക്കൊരു പിക്ചർ അയച്ചു, 2 പാത്രമായതിൻ്റെ. ഇവളുടെ നെഞ്ചത്ത് തന്നെ കുഞ്ഞ് കിടക്കുന്നതായിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു. അത് വിളിച്ചിട്ടൊന്നുമില്ല. അതിൽ ഞാൻ കുറച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അവളുടെ സ്വരം ഒന്ന് കേൾക്കണം, വീഡിയോ കോളെങ്കിൽ എനിക്കൊന്ന് കേൾപ്പിച്ച് തരാമോ അമ്മയെന്ന്. അന്നേ ദിവസം രാവിലെ കുർബാനയ്ക്ക് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈശോയോട് ഇത് പറയണത്. അന്നേ ദിവസം ഒരു 11 മണിയായപ്പോൾ, നമ്മുടെ ഇന്ത്യൻ ടൈം 11 മണിയായപ്പോൾ ഇവൾ എന്നെ വിളിച്ചിരിക്കുന്നു വീഡിയോ കോള്. അപ്പോൾ ഇവളെന്നെ കൊച്ചിനെയും കാണിച്ചു തന്നു. അപ്പോഴും എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു സംശയം, അന്ന് ഇവൾക്ക് സുഖമില്ലെന്ന് കണ്ടത് അല്ലെങ്കിൽ കൊച്ചിനെന്തോ ദോഷം വരാൻ പോകണമെന്ന് കണ്ടതിൻ്റെ തോന്നലാണോ, അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവൾ അന്ന് എന്നെ വീഡിയോ കോൾ വിളിച്ച് അന്ന് തുടങ്ങി അവൾ ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് പിന്നെ വിളിക്കും ഇതുവരെ നിർത്തിയിട്ടില്ല. അതിനിടയ്ക്ക് അപ്പം എനിക്കൊരു സംശയം, അത് എനിക്ക് തോന്നിയതായിരിക്കും, അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ ഒരു പൈശാചിക തോന്നലായിരുന്നു. അതിൽ ഇവളൊരു കുഞ്ഞിന് 2 മാസം കഴിയുമ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മിക്കറിയോ ഡോക്ടർമാർ പല പ്രാവശ്യം പറഞ്ഞതായി കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞതാന്ന്. എനിക്കത് കേട്ടതിൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാൻ കണ്ടതും എന്തോ എൻ്റെ കുഞ്ഞിന് ആപത്ത് വരാൻ പോണു, അത് സത്യമാണല്ലോ എന്നുള്ള ഇതായിരുന്നു എനിക്ക്. അപ്പോൾ ഈ കുഞ്ഞിന് ജനിച്ചാലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവളെ ഓരോ പ്രാവശ്യം അബോർട്ടിനുള്ളത് ഫിക്സ് ചെയ്തിട്ട് പോരും. പക്ഷേ ഇവൾക്ക് പിന്നെ തോന്നത്തില്ല, ഞങ്ങൾ വളർത്തിക്കോളാം, എന്തവസ്ഥയാണെങ്കിലും ഞങ്ങൾ വളർത്തിക്കോളാം എന്നുള്ള ധൈര്യത്തോടെ ഇവളുടെ ഭർത്താവും പറയാൻ തുടങ്ങി. അതിനുശേഷം വേറൊരു കാര്യമുള്ളത്, ഇവളെ ഭർത്താവ് പൊന്നുപോലെ ഒരമ്മ നോക്കുന്ന പോലെ ഇവളെ നോക്കി എന്നുള്ളതാണ്.
അത് ഞാൻ അമ്മയോട് പറഞ്ഞ, കാരണം ഇവളുടെ ഭർത്താവ് അത്ര നോക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അത്രയ്ക്കൊന്നുള്ള കഴിവൊന്നും അവനില്ല. ഒരു അമ്മ ചെയ്യുന്ന, കാരണം അവന് പെങ്ങന്മാരില്ല, അത് കാരണം അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ തന്നെ ഇവളുടെ ഭർത്താവിൽ പ്രവർത്തിച്ചിട്ട് ഇവൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇവൾക്ക് ചെയ്തു കൊടുത്തു. എനിക്ക് അതും ഒരു സന്തോഷമായി. അത് കഴിഞ്ഞ് ഇവളതെല്ലാം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ ഓരോന്ന് പറയുമ്പോൾ അതനുസരിച്ചൊക്കെ ഇവളുടെ ഭർത്താവ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെയായി 2 മാസം കഴിഞ്ഞപ്പോഴും ഇവൾ എൻ്റെ അടുത്ത് ഈ സത്യം പറയുന്നത്, മമ്മി ഇങ്ങനെയായിരുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെ അതൊരു വലിയൊരു അത്ഭുതം. ഇപ്പോൾ ദേ ഈ കുഞ്ഞാണ്, ആ കുഞ്ഞിനൊന്ന് കാണിച്ചു കൊടുത്ത നമ്മളെ. ഇതാണ് ആ കുഞ്ഞ്. 2 വയസ്സായി. ഇപ്പം 6 മാസമായപ്പോൾ ഞാൻ ഇവളുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ച് ഞാനൊന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയായിരുന്നു. അന്ന് ഇതുപോലെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിന്നു. അമ്മ എന്താ ചെയ്യണ്ടേ, കുഞ്ഞിന് 6 മാസമായി, എനിക്കെന്നെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അന്നേരം അമ്മ ഇങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ കാണിക്കുന്നുണ്ട് ഈ ഇടത്തെ സൈഡിലേക്ക്. അപ്പം ഞാനോർത്ത് എന്താ അമ്മ എന്നോട് പറയുന്നത്, അമ്മ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അന്നേരം ഞാൻ ഇവിടുന്ന് പള്ളിക്കകത്തുനിന്ന് ഇവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ജോമോൾ സിസ്റ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ സിസ്റ്റർ എന്നെ കണ്ടത് എന്നോട് ചോദിച്ചാൽ, ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്നാണ്. അതാണ് അമ്മ എന്നെ കണ്ണുകൊണ്ട് കാണിച്ചത്, മാതാവ്. അന്നേരം അമ്മയ്ക്ക് ജീവനുണ്ടെന്നുള്ളതിൻ്റെ പരിപൂർണ്ണ സത്യമാണത്. അതെനിക്ക് അപ്പോഴും വീണ്ടും എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അപ്പം എന്നോട് ജോമോൾ സിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കൊച്ചിൻ്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്ത്. അപ്പം എന്നോട് ജോമോൾ സിസ്റ്റർ പറഞ്ഞു, ചേച്ചി ഇപ്പം തന്നെ സാക്ഷ്യം പറയ്, അത് കഴിഞ്ഞ് കൊച്ചു വന്നു കഴിയുമ്പോൾ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പം കൊണ്ടുവന്ന് കൊച്ചിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. പിന്നെ 2ാമത്തെ അത്ഭുതം, എനിക്ക് എൻ്റെ മോൾക്ക് ഞങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾ 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ് നിന്ന സമയത്ത്. അന്നേരം നേഴ്സിങ്ങിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലോൺ എടുക്കണമായിരുന്നു. അപ്പോൾ ലോൺ എടുത്താൽ ഞാൻ ഇവളെ നേഴ്സിംഗ് പഠിപ്പിച്ചത്. അത് ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്ന് പിന്നെ കൊറോണയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അതിനുള്ള തടസ്സമൊക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവൾ UK പോയത് കൊറോണ കഴിഞ്ഞിട്ടാണ്. അന്നേരം ബാങ്കുകാർ പറഞ്ഞു ഒരുമിച്ച് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അന്നേരം ഞങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു സംഖ്യ പറഞ്ഞു. ഞങ്ങൾ ചെറിയ തുകയാണ് ബാങ്കിൽ നിന്ന് എടുത്തതെങ്കിലും പക്ഷേ അത്യാവശ്യം വലിയൊരു തുകയാണ് ബാങ്കുകാർ പറഞ്ഞത്. അന്നേരം ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി. അതോടെ അവർ കേസ് കൊടുത്തു. ഇപ്പോൾ 2-2.5-3 വർഷമായിട്ട് കേസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതും 8 ലക്ഷം 9 ലക്ഷം പറഞ്ഞു കൊടുത്ത് വെറും 2 ലക്ഷത്തിന്. പിന്നെ 30,000 രൂപ അവരുടെ വക്കീൽ കോടതി കയറിയതിനുള്ള ഫീസായിട്ടും. അങ്ങനെ 2 ലക്ഷത്തി 8 ലക്ഷം പറഞ്ഞു കൊടുത്ത് ആദ്യം 8 പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ 6 പറഞ്ഞു. ഇപ്പോൾ അത് 2,30,000 രൂപയ്ക്ക് ആ കേസ് സെറ്റിൽമെൻറ്റായി. അതെനിക്ക് വലിയൊരു അനുഗ്രഹം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ മകളും വന്ന് നിൽക്കുന്നു, എൻ്റെ മകളുടെ പിള്ളേരും. പരിശുദ്ധ അമ്മയ്ക്കും എല്ലാം കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഒരുപാട് നന്ദികളൊക്കെ എനിക്ക് ഈശോയോട് പറയാനുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ട് ഞാനിപ്പം നിർത്തുവാണ്. ദൈവത്തിന് നന്ദി. ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് തൃപ്പൂണിത്തുറ റോഡ് സൈഡിലൊക്കെ ആയിരുന്നു. ഭക്ഷണമൊക്കെ മേടിച്ച് വീട്ടിലുണ്ടാക്കി പൊതി കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ പാവങ്ങൾക്ക് വസ്ത്രമൊക്കെ നല്ലതൊക്കെ മേടിച്ച് പുതിയത് കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അപ്പോൾ ഈ വഴിയരികിലുള്ള ഈ കടകളിൽ തൃപ്പൂണിത്തുറ സ്റ്റാൻഡിലും ആശുപത്രികളിലൊക്കെ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ പിന്നെ തടഞ്ഞു. അപ്പോൾ പത്രവും ആ കൂടെ കൊടുക്കും. അത് കഴിഞ്ഞ് അവർ പിന്നെ തടഞ്ഞു, അങ്ങനെ ഫുഡൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊടുക്കലായി. അതിപ്പോഴും എടപ്പള്ളി പള്ളിയിലൊക്കെ പോയാലും അവിടെ വഴിയിലിരിക്കുന്നവർക്ക് എവിടെയെങ്കിലും കണ്ടാൽ, ഇപ്പോൾ കാക്കനാട് ഇവിടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും നടന്നു പോകുമ്പം ആരെങ്കിലും ഭിക്ഷക്കാരെ കണ്ടാൽ, അവർ വഴിയെ വയ്യാതിരിക്കുന്നവരല്ലേ, അവർക്ക് ഞാൻ അടുത്ത ഹോട്ടലിൽ തപ്പി നടന്ന് ഒന്നുകിൽ ഇവരോട് പറയും എൻ്റെ കൂടെ വരാൻ പറയും, ഇല്ലെന്നുണ്ടെങ്കിൽ മേടിച്ചു കൊണ്ട് ഞാൻ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ എന്നാൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ പാടില്ലാത്തവരുണ്ട്. ഇനി അറിയാമെങ്കിലും അതൊക്കെ വലിയ കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. കൃപാസന അമ്മയുടെ കാര്യം. അപ്പം ഞാൻ എൻ്റെ ഈ അനുഭവം പറഞ്ഞ് അവരെ ഞാൻ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പലർക്കും ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലും പിന്നെ ഈ പത്രം വായിച്ചാലും അവർ പറഞ്ഞു ഞങ്ങൾക്ക് പത്രം മാത്രമൊന്നും പോരാ, അനുഭവം കേൾക്കണം. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറയാറുണ്ട്. ഇന്ന് ഞാൻ എന്ന വ്യക്തി, ഷേർലി എന്ന വ്യക്തി ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ അമ്മ അതുപോലെ എന്നെ ചേർത്ത് പിടിച്ചിട്ടാണ്. ഈശോയ്ക്കും മാതാവിനും പിന്നെ യൗസേപ്പിതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ തിരുക്കുടുംബമല്ലേ, അവരോട് ഞാൻ യൗസേപ്പിതാവും മാതാവും ഈശോയും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇനിയും അമ്മയുടെ അടുത്ത് ഞാൻ സാക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്, അതിന് അനുഭവങ്ങൾ ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനിയും ഞാനിവിടെ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഈശോയ്ക്കും മാതാവിനും നന്ദി. പറ്റുന്ന നാളുകളിലൊക്കെ ഞാൻ സ്ഥിരം കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റാതെ വന്നു. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ 6:30 കുർബാനയ്ക്കൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്താനൊക്കെ ബുദ്ധിമുട്ടാകും. അങ്ങനെ കുമ്പസാരം 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഏറ്റവും മെയിനായിട്ട് പിന്നെ ഈശോയോട് ചേർന്നാണ്. പിന്നെ വചനം വായന, അങ്ങനെ
പിന്നെ അപ്പം എനിക്ക് പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒരു ബാധയും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഇതാണ് എനിക്ക് കേൾക്കുന്നത്. എനിക്ക് ടെൻഷൻ വരുമ്പോഴേക്ക് ഇതെൻ്റെ മനസ്സിലേക്ക് വരും. ഞാനിത് ഉടനെ ചൊല്ലിക്കൊണ്ട് നടക്കും. ഒരു 10-20 പ്രാവശ്യം ഞാനിത് ചൊല്ലിക്കൊണ്ട് നടക്കും. ഇതാണ് സ്ഥിരം എപ്പോഴും പ്രാർത്ഥിക്കാനാണ് നമുക്ക് പ്രേരണ കിട്ടുന്നത്. മറ്റു പല കാര്യങ്ങളെക്കാളും കൂടുതൽ ഈശോയോടാണ് ചേർന്ന് നിൽക്കുന്നത്. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് സ്ലോമോ. ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബറിലാണ്. ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് യൂട്യൂബ് ചാനൽ വഴി കൃപാസനത്തെപ്പറ്റി അറിഞ്ഞാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമിതമായ മദ്യപാനം കാരണമാണ്. ഉടമ്പടി എടുത്തതുവഴി ഹസ്ബൻഡിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറി. എൻ്റെ പേര് ബിജു കുര്യൻ. പുതുപ്പള്ളി കോട്ടയത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അമിത മദ്യപാനിയായിരുന്നു. പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്ത് നോക്കി. മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ എനിക്ക് ആ മദ്യപാനം നിർത്തുവാൻ സാധിച്ചില്ല. അത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. 2 പെൺകുട്ടികളാണ്. അവരെന്നോട് സംസാരിക്കാതെയായി. വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു. അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ പല പ്രശ്നങ്ങൾ. എന്നിട്ടും ആ മദ്യപാനം ഒരു നിർത്താനേ സാധിക്കാതെ വന്നു. അങ്ങനെയാണ് വൈഫ് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി വെച്ച് അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാനും തിരികെത്തിക്കുവാനും ഒക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ ജീവിതത്തിൽ ഒരു മാറണമെന്ന് എനിക്ക് മാതാവ് എന്നോട് പറയുന്നതായിട്ട് തോന്നി. ഈ മദ്യപാനം അത് വളരെ പാടില്ല, അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ വളരെയേറെ ദോഷം ചെയ്യും. അങ്ങനെ പതിയെ ഞാൻ ആ മദ്യപാനത്തിൽ നിന്ന് മാറി. ഇപ്പം 1 വർഷമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല. അത് ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു. മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു 20 വർഷം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ആ 20 വർഷത്തിന് ശേഷം ആ കമ്പനി പെട്ടെന്ന് പൂട്ടിപ്പോയി. അപ്പോൾ ഈ 20 വർഷത്തെ എൻ്റെ സർവീസ് മണി എന്ന് പറഞ്ഞാൽ PF-ഉം മറ്റെല്ലാം കൂടെ നല്ലൊരു തുക എനിക്ക് കിട്ടുവാനുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാറി ഒരു 4 വർഷത്തോളം ഞാൻ വേറൊരു കമ്പനി സൗദിയിൽ തന്നെ തുടർന്നു. ആ സമയത്തൊന്നും ഈ പൈസ കിട്ടിയില്ല. പക്ഷേ 4 വർഷത്തിന് ശേഷം, അതായത് 24 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു പോന്നു. പിന്നെ 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഈ പൈസ കൊടുക്കുന്നുവെന്ന് ഒരു ന്യൂസ് വന്നു. കാരണം ഇത് ഓൾറെഡി കോർട്ടിൽ കേസുണ്ടായിരുന്നു. ഇതിന് മൊത്തം അവിടുത്തെ ജോലിക്കാർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് നടക്കുന്നുണ്ടായിരുന്നു. ആ കേസ് അനുകൂലമായിട്ട് വിധിച്ച് അപ്പോൾ ഈ പൈസ കിട്ടാനുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് അത് നേരത്തെ അവിടെ എല്ലാം സബ്മിറ്റ് ചെയ്തിരുന്നതാണ്. എങ്കിലും ആൾ ഇവിടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു റെസിഡൻഷ്യൽ പെർമിറ്റിൻ്റെ ഒരു പഴയ കോപ്പി അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു ഓഡിയോ ക്ലിപ്പോടെ കൂട്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൈവശം എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തപ്പാവുന്നിടത്തെല്ലാം വീട്ടിൽ തപ്പി ഈ സംഭവം കിട്ടിയില്ല. പക്ഷേ പെട്ടെന്ന് അത് വൈഫ് പറയുന്നത്. ഞാൻ ആദ്യം പേപ്പറുകളെല്ലാം നോക്കിയിട്ട് കണ്ടില്ല. അത് കഴിഞ്ഞ് മാതാവ് എന്നോട് പറയുകയാണ്, നീ പോയി അവിടെ നോക്ക്, നീ ഒന്നുകൂടെ അവിടെ പോയി നോക്കെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വീണ്ടും പോയി നോക്കി. അന്നേരത്തേന് എനിക്ക് ആ പേപ്പർ കിട്ടി. അതെല്ലാം സബ്മിറ്റ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ആ പൈസ കിട്ടാനുള്ള പെൻഡിങ് മണി എല്ലാം കിട്ടുവാൻ അമ്മ മാതാവ് സഹായിച്ചു. അങ്ങനെ ആ പേപ്പർ അയച്ചു കൊടുത്ത് ആ പൈസ മുഴുവൻ കിട്ടി. അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കിട്ടത്തില്ല എന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. മാതാവ് ഇങ്ങനെ തോന്നിപ്പിച്ച് ഇന്നടത്ത് പോയി തപ്പാൻ ഒരു തോന്നലുണ്ടായി. അവിടെ പോയി തപ്പിയപ്പം വൈഫിൻ്റെ പഴയ ഒരു ഫയലായിരുന്നു അത്. വൈഫും കൂട്ടത്തിലുണ്ടായിരുന്നു, അവിടെ ജോലി ഉണ്ടായിരുന്നു. ആ ഫയലിനകത്ത് തപ്പിയപ്പം നമുക്ക് ആ പേപ്പർ കിട്ടുകയും പണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയും സാധിച്ചു. മാതാവിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ കുറേ വസ്തു വിൽക്കാനുണ്ടായിരുന്നത്, അത് ആദ്യം ഒരു പ്ലോട്ട് കൊടുത്തിട്ട് 6 പ്ലോട്ടായിട്ട് തിരിച്ച വസ്തുവായിരുന്നു. ഒരു പ്ലോട്ട് കൊടുത്തിട്ട് 1 വർഷത്തിന് ശേഷം പിന്നെ ഒന്നും ഈ വില സംബന്ധമായിട്ടുള്ള നമുക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടാതെ വന്നതുകൊണ്ട് അത് 1 വർഷമായിട്ട് അതിങ്ങനെ വിൽക്കാതെ കിടക്കുകയായിരുന്നു. അതിനും ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു 2 മാസത്തിന് ശേഷം
ഒരു 3 പ്ലോട്ടൂടെ വീണ്ടും വിൽക്കുവാൻ സാധിച്ചു. അതും മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. പലവിധമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. അതിന് മാതാവിനോടും യേശുവിനോടും വളരെയധികം നന്ദി, സ്തുതി, സ്തോത്രം. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹായിക്കാറുണ്ട്. സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹായിക്കാറുണ്ട്. അതുപോലെ പത്രമാണെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രോഗികൾക്കൊക്കെ കൊടുക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങളും തന്ന യേശുവിനും അമ്മ മാതാവിനും 1000 നന്ദി, സ്തുതിയും കരയേറ്റുന്നു.